ഏതായാലും കൂടിക്കാഴ്ച ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ കെ സി വേണുഗോപാലിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഉറച്ച നിലപാടിൽ അത് പാർട്ടി അതിന് തയ്യാറായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മന്ത്രിസ്ഥാനം നൽകാൻ തയ്യാറായി എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ്, അത്തരത്തിലാണ് ചർച്ച എത്തിയതെന്നും മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത്. തലസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണത്തിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ.പി. അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം ലിജു, പി.സി. വിഷ്ണുനാഥ് എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ചാണ്ടി ഉമ്മന്റെയും ബിന്ദു കൃഷ്ണയുടെയും പേരുകൾ സജീവ പരിഗണനയിലാണ്. സെയ്ഫ് സെനുലാബ്ദീൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സെയ്ഫ്, ഏതായാലും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ അവരുടെ മന്ത്രിസ്ഥാനത്തിലൊരു തീരുമാനമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലും ആ ഒരു വിഷയത്തിലും ഇപ്പോൾ അനുനയ നീക്കം ഉണ്ടായി എന്ന് അറിയാൻ കഴിയുന്നു. ഇനി നമ്മൾ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ അവിടെ കന്റോൺമെന്റ് ഹൌസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് ഉറപ്പിച്ച പേരുകൾ അത് ആരുടെയൊക്കെയാണ്, ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കിട്ടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്? വകുപ്പുകളുടെ കാര്യമെടുത്താൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന പേരുകളിലുള്ള ആൾക്കാർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ കെ മുരളീധരൻ, അദ്ദേഹവും പ്രധാനപ്പെട്ട പദവിയിലേക്ക് വരും. അതും പ്രധാനപ്പെട്ട പദവിയും പരിഗണനയും അദ്ദേഹത്തിന് ഉണ്ടാകും. ആരോഗ്യവകുപ്പിനോട് വലിയ താല്പര്യം അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് പരോക്ഷമായിട്ടെങ്കിലും അങ്ങനെ ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വകുപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ അദ്ദേഹം ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്. പിന്നീടുള്ളത് എ.പി. അനിൽകുമാർ. എ.പി. അനിൽകുമാർ കെ സി വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വീണ്ടും എത്തുകയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലും അദ്ദേഹം UDF മന്ത്രിസഭയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീടുള്ളത് എം ലിജു, പി.സി. വിഷ്ണുനാഥ് മന്ത്രിസഭയിൽ ഉറപ്പിക്കുകയാണ്. കുണ്ട്ര MLA പി.സി. വിഷ്ണുനാഥും മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എം ലിജുവിന്റെ പേര്, കായംകുളത്ത് നിന്ന് ജയിച്ച എം ലിജുവിന്റെ പേരും സജീവമായി തന്നെ പരിഗണനയിലുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനം ഏകദേശം ഉറപ്പിച്ച ആളാണ്. പിന്നീടുള്ളത് സാധ്യതയായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് ഇത്തവണ എത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. ബിന്ദു കൃഷ്ണയുടെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട്. ബിന്ദു കൃഷ്ണ എന്ന് പറയുമ്പോൾ വനിതാ പ്രാതിനിധ്യമാണ് അതിനകത്ത് ഒരു പ്രധാന ഇതായിട്ട് വരിക. അപ്പോൾ ഷാനിമോൾ ഉസ്മാനുണ്ട്, അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണയുണ്ട്. അതിനകത്ത് സാമുദായിക സമവാക്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കുകയാണെങ്കിൽ 2 വനിതകൾ ആ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരു വനിതയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക കോൺഗ്രസ് മന്ത്രിമാരിൽ. അതാണ് ഞാൻ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യമുള്ളത്. കോൺഗ്രസ് മന്ത്രിമാരിൽ ഒരു വനിതയായിരിക്കും ഉണ്ടാവുക. ആകെ മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരാണ് കോൺഗ്രസിന് ഉള്ളത്. സ്പീക്കർ സ്ഥാനത്തേക്ക് ആര് എന്നുള്ള ആലോചനയിലേക്ക് കോൺഗ്രസ് ഇതുവരെ കടന്നിട്ടില്ല. ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിൽ നടക്കുന്നത് കോൺഗ്രസിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെയുള്ള ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിലെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആദ്യം കഴിയട്ടെ, അതിനുശേഷം ഉപേക്ഷ ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ളതാണ് നിലവിൽ ഘടകകക്ഷികളെ അറിയിച്ചിരിക്കുന്നത്. അനൂപ് ജേക്കബ് കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു, പക്ഷേ ആ ചർച്ചയിലേക്ക് കടന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനമായ ശേഷം വിളിക്കാം എന്ന് പറയുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം തിരികെ മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ, മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം ഉപേക്ഷ ചർച്ചയിലേക്കും മറ്റും പോവുകയുള്ളൂ. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കീറാമുട്ടിയായ വിഷയമല്ല. ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഏകദേശ ധാരണയായിട്ടുണ്ട്. ആർക്കൊക്കെ കൊടുക്കണം എന്നത് സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. കോൺഗ്രസിന്റെ മന്ത്രിമാരെ പരിഗണിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള സമവാക്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ, ജില്ലയുടെ പ്രാതിനിധ്യം അടക്കം പരിഗണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് വേണം ഈ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കോൺഗ്രസിന് കടക്കാൻ. 11 മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ അങ്ങനെ വേണം കണക്കാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ ഇന്ന് വൈകിട്ടോടുകൂടി അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പങ്കുവെക്കുന്നുണ്ട്. നാളെ ഉച്ചയോടുകൂടി ഗവർണറെ കണ്ട് ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് തേടി മന്ത്രിമാരുടെ ലിസ്റ്റ് നിയുക്ത മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറുക എന്നുള്ളതാണ് നിലവിൽ ആലോചിക്കുന്ന കാര്യം. എന്തായാലും ഈ പറഞ്ഞ പേരുകൾ എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ അത് ഉറപ്പിച്ചു വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. എ.പി. അനിൽകുമാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ മുരളീധരനും എം ലിജുവും ചാണ്ടി ഉമ്മനും വരാനുള്ള സാധ്യത ഉണ്ട്. പി.സി. വിഷ്ണുനാഥ് മന്ത്രിസഭയിൽ